ഇടുക്കി അണക്കരയിൽ 7ാം ക്ലാസ്സുകാരനെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി. അണക്കര സർക്കാർ സ്കൂളിലാണ് സംഭവം. അധ്യാപകൻ ചൂരലുകൊണ്ട് അടിച്ചുവെന്നും മുട്ടിൽ നിർത്തിച്ച കാലിൽ ചവിട്ടിയെന്നും പറഞ്ഞു. വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്റെ കുഞ്ഞിനെ 8ാം ക്ലാസ് സ്കൂളിൽ പഠിക്കി വിട്ടതാ. എന്റെ കുഞ്ഞ് എന്നോ എടുത്തതേ അറിയുന്നില്ല. ഇങ്ങനെ ഓർത്തിരിച്ച് ഈ സാറ് വിട്ടാ എന്നെ ചെയ്യുന്നത്. എന്റെ കെട്ടിവേ മയാതെ 2 കുഞ്ഞുങ്ങൾ വെച്ച് ഞാൻ ജീവിക്കുന്നത്. ഇങ്ങനെ എന്റെ കുഞ്ഞി എന്നാ ചെയ്യുന്നിട്ടാ ഇങ്ങനെ ഓർത്തിരിച്ച് എന്റെ കുഞ്ഞിനൊക്കെ വന്നതുപോലെ എന്ത് കുഞ്ഞുങ്ങൾക്ക് വരക്കൂടാது. കുഞ്ഞ് കാല് ചെവിക്ക് അടിച്ചു, കാല് ചവിട്ടി, പുറകിട്ടെല്ലാം തള്ളി. എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ കുഞ്ഞിനെ കണ്ടപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. എന്റെ കുഞ്ഞൊന്നും ഇവിടെ കിടന്ന് കാറി മൂച്ചി വിട മുടിയില്ല കുഞ്ഞിക്ക്. അപ്പൊ ഞാൻ എടുത്തിട്ട് പോയി ആസ്പത്രിയിൽ പോയപ്പോഴാ ഡാക്ടറാ മൊത്തം മൊഴിയെടുത്തത്. ബിനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. ബിനീഷ്, എന്തായാലും ഒരു മർദ്ദനത്തിന് പരാതി എന്നൊരു രീതിയിലാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പോലീസിന്റെ അന്വേഷണം അടക്കം എങ്ങനെയാണ് നടക്കുന്നത്? കാർത്തു, തീർച്ചയായിട്ടും ഒരു മർദ്ദനത്തിന്റെ ഒരു പരാതിയാണ് കുട്ടിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കുട്ടി സ്കൂളിലെത്തി ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ തലയിൽ എന്തോ പൊടി വീഴുകയും തലയിൽ ഇങ്ങനെ തൂക്കുകയും ചെയ്തപ്പോൾ ഈ അടുത്തിരുന്ന ഒരു സുഹൃത്ത് നോക്കി ചിരിക്കുകയും ചെയ്തു. ഉടനെ അധ്യാപകൻ വിചാരിച്ചത് അധ്യാപകനെ കളിയാക്കുവാണെന്നുള്ള രീതിയിലാണ് അധ്യാപകൻ കരുതിയത്. തുടർന്ന് കുട്ടിയെ വിളിച്ച് ചൂരൽ കൊണ്ട് അടിക്കുകയും മുട്ടിൽ നിർത്തി കുട്ടിയുടെ കാലിൽ ചവിട്ടുകയായിരുന്നാണ് ഈ കുട്ടി പരാതിയിൽ പറയുന്നത്. ഏതായാലും കുട്ടി വണ്ടൻമേട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ സ്കൂൾ അധ്യാപകന്റെ മുകളിലുള്ള പരാതിയും സ്കൂൾ അധികൃതർ അന്വേഷിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കുട്ടിയുടെ കാലിലും അതോടൊപ്പം തന്നെ മുഖത്തും അടിച്ചു എന്നാണ് ഈ കുട്ടി പരാതിയായി പറയുന്നത്. അതോടൊപ്പം തന്നെ അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് ഈ അധ്യാപകൻ അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് ഈ കുട്ടി പരാതിയിൽ പറയുന്നത്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരും ഈ അധ്യാപകനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാർത്തു, ശരി, എന്തായാലും ഇടുക്കി അണക്കര സർക്കാർ സ്കൂളിലാണ് ഇത്തരത്തിൽ 7ാം ക്ലാസ്സുകാരനെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു എന്ന തരത്തിലുള്ള പരാതികൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പോലീസും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.